അപ്പോൾ വിഷു ദിവസം രാവിലെ എണീച്ച് കണിയൊക്കെ കണ്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കൽപ്പാത്തി ശിവൻ്റെ അമ്പലത്തിൽ പോയതാണ് കേട്ടോ. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം കൽപ്പാത്തി അമ്പലം രഥോത്സവമൊക്കെ നടക്കുന്ന അമ്പലത്തിൽ പോയി തൊഴുകയാണ്. അവിടെ രഥമൊക്കെ ഫൈബർ ഗ്ലാസിൻ്റെ ഉള്ളിൽ ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അത് കാണിച്ചതാണ് കേട്ടോ. ഇനി അങ്ങനെയാണ് ഉണ്ടാവുക. മുമ്പൊക്കെ ഷീറ്റിൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ടൂറിസത്തിൽ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആ തേരൊക്കെ വന്ന് കാണാൻ പറ്റും. അങ്ങനെ ശിവൻ്റെ അമ്പലത്തിൽ തൊഴുതു, ഗണപതി അമ്പലത്തിൽ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷ്ഠാ ദിനമൊക്കെ ആവണേ ഉള്ളൂ. നല്ല നല്ല അമ്പലത്തിന് ഒരു കുളം, അതിൻ്റെ മുമ്പിൽ വലിയൊരു കുളമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുമ്പിൽ തന്നെ ഒരു കുളമാണ്, വലിയ കുളമാണ്. എത്ര വേനലിലും അതിൽ വെള്ളം വറ്റാറേ ഇല്ല. കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഇടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു മാരിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെ അന്ന് ഉത്സവമാണ്, കമ്പം കത്തിക്കുക അങ്ങനെ പറയും മാരിയമ്മയുടെ അമ്പലത്തിൽ. ഇനിയിപ്പോൾ എല്ലാം മാരിയമ്മ പൂജയുടെ സീസണാണ്. ഞങ്ങളുടെ അമ്പലത്തിലും അടുത്ത വെള്ളിയാഴ്ചയുണ്ട് മാരിയമ്മ പൂജ. ഈ വെള്ളം കണ്ടില്ലേ, നല്ല എത്ര പേരാണ് കുളിക്കറിയാം. അങ്ങനെ ഓരോ ഭാഗത്തും കുളിക്കാനുള്ള കടവുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ കുളമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. നല്ല പച്ച കളർ നല്ല വെള്ളമാണ്. കുറേ പേര് അവിടെ ഒന്ന് കുളിക്കണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോണ വഴിയിൽ ഇങ്ങനെ വെറുതെ നല്ല ഭംഗിയുണ്ടായിരുന്നു രാവിലെ നേരത്തെ ആവുകൊണ്ട്. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പാലക്കാട് 9 മണിയായാലും നല്ല ഉച്ചയ്ക്ക് 2 മണിയുടെ ഫീലാണ്, അത്ര ചൂടാണ്. അപ്പോൾ അവിടേക്ക് പോണ വഴിയിൽ നിന്ന് അങ്ങനെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. സിദ്ധു അമ്പലത്തിലേക്കൊന്നും തൊഴുകാൻ വന്നില്ല. രാത്രി 1 മണി കഴിഞ്ഞ് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ല. പിന്നെയും വന്നിട്ട് ഇത് തലേദിവസം പടക്കം പൊട്ടിച്ച് അതിൻ്റെ വീഡിയോ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചിട്ടോ. പിന്നെ സിദ്ധു എണീച്ച് പൊളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരുടെയും കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടിരിക്കണം. അതുകൊണ്ട് എന്താ വാങ്ങിയിട്ടുണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. എണ്ണി കിട്ടപ്പെടുത്തി ഞങ്ങൾ 2 മൂവി കണ്ടു. ഒന്ന് വർഷങ്ങൾക്ക് ശേഷവും പിന്നെ ഒന്ന് ആവേശവും.